മുതലപ്പുഴയിലേക്കാണ്. പ്രതിഷേധത്തെ തുടർന്ന് പൊഴി മുറിക്കാനുള്ള ഇന്നത്തെ തീരുമാനം മാറ്റി. മീൻപിടുത്തത്തിന് ആവശ്യമായ രീതിയിൽ പൊഴി മുറിക്കാമെന്നും മത്സ്യത്തൊഴിലാളികളുമായി ഇനിയും ചർച്ച നടത്തുമെന്നും ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അനിൽകുമാർ പറഞ്ഞു. പൊഴി നമ്മൾ മുറിക്കുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വീതിയും ആവശ്യത്തിന് ഡെപ്തും ഇട്ട് വലിയ വള്ളങ്ങൾ പോകുന്ന രീതിയിൽ തന്നെ ചെയ്യാം. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. നിങ്ങൾ എനിക്കൊരു 4 ദിവസം തരാമെങ്കിൽ ഞാൻ ഈ പൊഴി മുറിക്കുന്നത് വലിയ വള്ളങ്ങൾക്ക് പോകുന്ന രീതിയിൽ ആവശ്യത്തിന് താഴ്ച 3 മീറ്റർ താഴ്ചയും ഇട്ട് ഞാൻ ഈ പൊഴി മുറിച്ച് 4 ദിവസം കൊണ്ട് തരാം. വള്ളങ്ങൾക്ക് പോവാം 4 ദിവസം. സലിം മാലിക് വിശദാംശങ്ങളുമായി. സലിം, ഈ 4 ദിവസത്തെ സമയം നൽകാമെന്ന് സമരക്കാർ സമ്മതിച്ചിട്ടുണ്ടോ? അവരുടെ ആവശ്യം മണൽ മാറ്റുക, അത് ശാശ്വത പരിഹാരം വേണമെന്ന് പറയുകയാണ്. എങ്ങനെയാണ് ഇതിപ്പോൾ ഒത്തുതീർപ്പാകാൻ പോകുന്നത്? അതിനുള്ള സാധ്യതയുണ്ടോ? അനുജ, തൽക്കാലം ഒരു അനുനയ സാധ്യത എന്തായാലും ഇല്ല. കാരണം 4 ദിവസം കൊണ്ട് പൊഴിയും പൂർണ്ണമായും മുറിച്ച് ഇവിടുത്തെ ആളുകൾക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കാം എന്നുള്ളതാണ് ഈ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. പക്ഷേ അത് ഈ കടലിനെ അറിയാവുന്ന ഇവിടുത്തെ മനുഷ്യർ പറയുന്നത് അങ്ങനെ സാധ്യമല്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ കായലിലൂടെ, അതായത് മുതലപ്പുഴയിലെ ഈ കടലും കായലും തമ്മിലുള്ള ആ സ്ഥലത്ത് ആ മണൽ മൂടിയതിന് ഇപ്പുറത്തെ കായലിലൂടെയുള്ളൊരു യാത്രയിലാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ നമ്മൾക്ക് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് വന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് നോക്കുക. എത്രയധികം വലുതും ചെറുതുമായ ബോട്ടുകളാണ് ഇവിടെ ഈ കടലിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ളതാണ് കാര്യം. കഴിഞ്ഞ 1 മാസത്തോടടുക്കുന്നു ഇവർക്ക് ഏതെങ്കിലും നിലയിലുള്ള ജോലിക്ക് പോകാൻ കഴിഞ്ഞിട്ട്. ഈ കായലിൽ നമ്മൾ കുറച്ചധികം ദൂരം സഞ്ചരിച്ചതാണ്. ഇതിനിടയിൽ എല്ലാ സ്ഥലത്തും ഇതാണ് കാഴ്ച. നമുക്ക് കൂടുതൽ അടുത്ത് കാണാൻ കഴിയും. ഇപ്പോൾ നിരവധി ബോട്ടുകൾ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. ഏതെങ്കിലും നിലയിലുള്ള ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. കാരണം ഇവിടെ ഈ കായലിൽ നിന്നും കടലിലേക്ക് ഇറങ്ങി മത്സ്യബന്ധനം നടത്താനുള്ള സാഹചര്യം അവർക്ക് ഇല്ല. അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഈ വകുപ്പ് നൽകുന്ന ഉറപ്പ്. അവർ പറയുന്നത് ഒരു 4 ദിവസം നൽകിയാൽ പൂർണ്ണമായും ഈ വലിയ ബോട്ടുകൾ ഉൾപ്പെടെ കടലിലിറക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കാമെന്നുള്ളതാണ്. പക്ഷേ ഇവർ പറയുന്നത് ഏതെങ്കിലും നിലയിൽ പൊഴി മുറിക്കാൻ പോലും 4 ദിവസം വേണ്ടി, അതായത് സാധാരണഗതിയിൽ വെള്ളം പോകാൻ വേണ്ടി ചെറിയ നിലയിൽ പോലും 4 ദിവസം കൊണ്ട് പൊഴി മുറിക്കാൻ കഴിയില്ല. അത്രയധികം മണൽ നിക്ഷേപം അവിടെ ഉണ്ട്. മാത്രമല്ല, അങ്ങനെ ഏതെങ്കിലും നിലയിൽ പൊഴി മുറിക്കുകയാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മണൽ വീണ്ടും അവിടേക്ക് കയറുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്ന, ഈ ഉദ്യോഗസ്ഥർ പറയുന്ന, സർക്കാർ പറയുന്ന ഒരു ഫോർമുല അത് അംഗീകരിക്കാൻ കഴിയുന്നതോ അത് നടപ്പിലാവുന്നതോ അല്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ പ്രതിഷേധം എന്നുണ്ടായത്. വലിയ പ്രതിഷേധം എന്ന് പറയുമ്പോൾ തന്നെ കാര്യങ്ങൾ നിൽക്കുകയല്ലേ സലീം? ഇന്ന് പൊഴി മുറിക്കുമെന്നതായിരുന്നു ആദ്യം പറഞ്ഞത്. അതിന് അവർ ഒരുക്കമല്ല, മത്സ്യത്തൊഴിലാളികൾ അത് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ അവിടെ നിന്ന് ഇവരെല്ലാവരും പോയിരിക്കുകയാണോ അധികൃതർ? മത്സ്യത്തൊഴിലാളികൾ അവിടെ തുടരുന്നുണ്ട് എന്നതൊഴിച്ചാൽ ഇതെങ്ങനെയാണ് ഇതിന് 4 ദിവസത്തിനകം പരിഹാരം ഉണ്ടാക്കാൻ പോകുന്നത്? ഡ്രഡ്ജർ എത്തിക്കുക എന്നുള്ളത് 10 ദിവസത്തെ സമയമാണ് ആദ്യം ചോദിച്ചത്. അത് ദൂരെ നിന്ന് എത്തേണ്ടതാണ്, കണ്ണൂരിൽ നിന്ന് എത്തിക്കേണ്ടതാണ്. അത് സ്വീകാര്യമല്ല എന്നിവർ പറയുന്നു. വിഴിഞ്ഞത്ത് നിന്നുള്ളത് അതിന് സാധ്യതയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ അധികൃതർ വ്യക്തമാക്കുന്ന കാര്യം. അപ്പോൾ എന്താണ് ഇതിൽ സർക്കാർ മുന്നിൽ കാണുന്നത്? ഒരു പ്രശ്നപരിഹാരമില്ലാതെ മുതലപ്പുഴയിലെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരം. ഇന്ന് പൊഴി മുറിക്കാനായി അങ്ങോട്ടേക്ക് സംവിധാനങ്ങളുമൊക്കെയായി ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം എത്തിയപ്പോൾ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലായിരുന്നു. അവർ മനുഷ്യച്ചങ്ങല തീർത്തു, പോലീസിനെ ഉൾപ്പെടെ തടയുന്ന കാഴ്ചയാണ് കണ്ടത്. സലീം, എൻ്റെ ചോദ്യം കേട്ടിരുന്നോ? സലീം, ഞാൻ ചോദിച്ചത് ഇതെങ്ങനെയാണ് 4 ദിവസത്തിനകം ഈ പ്രശ്നം പരിഹരിക്കാമെന്നിവർ പറയുന്നത്? ഡ്രഡ്ജർ എത്തിക്കുക എന്നത് കണ്ണൂരിൽ നിന്ന് എത്തിക്കുക കുറേ ദിവസം എടുക്കും, 10 ദിവസമെങ്കിലും എടുക്കും. വിഴിഞ്ഞത്ത് നിന്നുള്ള ഡ്രഡ്ജർ ഉപയോഗിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നു. പിന്നെ എന്താണ് സർക്കാർ മുന്നിൽ കാണുന്നത്? അനുജ, അതായത് 2 സാധ്യതകൾ. അതായത് ഒന്ന്, ഇവർ ഡ്രഡ്ജർ ഉപയോഗിക്കുന്നത് പൊഴി മുറിക്കുവാനല്ല, അതിനപ്പുറത്തേക്ക് ഈ മണൽ പൂർണ്ണമായും മാറ്റാനുള്ളതാണ്. ആ മണൽ മാറ്റാനായി ഡ്രഡ്ജർ എത്തിക്കാം, അതിന് മുൻപ് പൊഴി മുറിക്കാമെന്നാണ് പറയുന്നത്. 4 ദിവസം കൊണ്ട് പൊഴി മുറിക്കാമെന്ന് പറയുമ്പോൾ അതിന് ഏതെങ്കിലും നിലയിലുള്ള സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളത് നമുക്കിവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. കാരണം 13 അടിയിലധികമാണ് മണൽ ഉയർന്നു പൊങ്ങിയിരിക്കുന്നത്. ഒരു ഭാഗമാണ് ഈ പൊഴി മുറിക്കുക എന്ന് പറഞ്ഞാൽ ഈ പൂർണ്ണമായി മണൽ നീക്കം ചെയ്യുക എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് ഒരു ഭാഗം മാറ്റുക എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു ഭാഗം മാറ്റാൻ പോലും അത്ര 4 ദിവസം കൊണ്ട് എന്തായാലും നടക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളതാണ്. അത് ഇവിടെ കടലിനെ അറിയാവുന്നവർ പറയുന്നതാണ്. ഇവിടുത്തെ മണൽ നിക്ഷേപം ഓരോ സമയത്ത്, അതായത് പൊഴി മുറിച്ച് ആ മണൽ മാറ്റിയാൽ അതിനനുസരിച്ചുള്ള മണൽ നിക്ഷേപം അവിടേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് ഏതെങ്കിലും നിലയിൽ അത് സാധ്യമാകുമോ എന്ന് കരുതുക വയ്യ. പക്ഷേ ഇവർ പറയുന്നത് രാത്രിയും പകലും നിന്നുകൊണ്ട് പൂർണ്ണ സമയം ജോലി ചെയ്തുകൊണ്ട് ആ പൊഴി മുറിക്കാമെന്ന് ഉറപ്പ് നൽകുകയാണ്. പരമാവധി ഉദ്യോഗസ്ഥരെ എത്തിച്ച്, പരമാവധി മെഷീനുകളും എത്തിച്ച് പൊഴി മുറിക്കാമെന്ന ഉറപ്പ് നൽകുകയാണ്. പക്ഷേ അതിന് ഇവർ എന്തായാലും മത്സ്യത്തൊഴിലാളികൾ അംഗീകരിക്കുന്നില്ല. പിന്നീടുള്ളത് ഡ്രഡ്ജർ എത്തിക്കുക എന്നുള്ളതാണ്.
ഡ്രഡ്ജർ ഇവിടേക്ക് എത്തണമെങ്കിൽ, കണ്ണൂരിൽ നിന്നും ഇവിടേക്ക് എത്തണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 10 ദിവസം എടുക്കും. അതിനുശേഷം അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ കഴിഞ്ഞ് 15 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ പൂർണ്ണാർത്ഥത്തിൽ മണൽ മാറ്റാനായി ആ ഡ്രഡ്ജർ ഉപയോഗിക്കാൻ കഴിയൂ. നിലവിൽ ഇവിടെയുള്ള ഡ്രഡ്ജർ 2000 ക്യൂബിക് മീറ്റർ മണൽ മാത്രമാണ് ഒരു ദിവസം അതിനെ നീക്കം ചെയ്യാൻ കഴിയുന്നത്. അതിൻ്റെ വേഗം ഇരട്ടിയാക്കണം, 3500 ക്യൂബിക് മീറ്റർ ആക്കണം എന്നൊക്കെ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ അതും സാധ്യമായ കാര്യമല്ല. കാരണം നിലവിൽ ഇവിടെയുള്ള മെഷീൻ ഉപയോഗിച്ച് നീക്കം ചെയ്യാവുന്ന പരമാവധി മണലാണ് നീക്കം ചെയ്യുന്നത്. എത്രയധികം നീക്കം ചെയ്യുന്നു അതിനധികം അവിടെ നിക്ഷേപം നടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി കൂടി അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും നിലയിൽ അത് പോസിബിളായ കാര്യമല്ല. അതുകൊണ്ട് ഇനി ചർച്ച എന്നുള്ളതിന് മത്സ്യത്തൊഴിലാളികൾ ഒരുക്കമാണോ സലിം? ആദ്യം അവർ ചർച്ച ഇനി ഇല്ല എന്നതായിരുന്നല്ലോ സ്വീകരിച്ച നിലപാട്. സ്വാഭാവികമായും ചർച്ചയ്ക്ക് ഇനി അവർ തയ്യാറാകും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സമയത്ത് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് വൈകാരികമായ ഒരു പ്രശ്നമുണ്ടായപ്പോൾ അവർ ചർച്ചയ്ക്ക് ഒരുക്കമല്ല എന്ന് വൈകാരികമായ തീരുമാനമെടുത്തെങ്കിലും അതിനുശേഷം ഇപ്പോൾ അവർ കൂടിയാലോചന നടത്തുന്നുണ്ട്. കാരണം ചർച്ചയിലൂടെ മാത്രമേ ഇത് പരിഹരിക്കാൻ കഴിയൂ എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. മന്ത്രിയുമായുള്ള ചർച്ച അത് നേരത്തെ പരാജയപ്പെട്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. മന്ത്രിയുമായി ചർച്ച ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഏതെങ്കിലും നിലയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അതല്ലെങ്കിൽ മന്ത്രിയുമായോ സജി ചെറിയാനുള്ള മന്ത്രിയുമായുള്ള ചർച്ച പരാജയമായതിന് പിന്നാലെ അത്തരത്തിലൊരു ചർച്ചയ്ക്ക് തയ്യാറല്ല. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്കാണ് ഇനിയിപ്പോൾ തയ്യാർ എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുകയും. മുഖ്യമന്ത്രിയുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറയുന്നു. പക്ഷേ എങ്ങനെയാണ് സർക്കാർ ഈ വിഷയത്തെ കാണുന്നത് നമുക്കറിയില്ല. ഏതായാലും 4 ദിവസത്തെ സമയമാണ് ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം ചോദിച്ചിട്ടുള്ളത്.